നമുക്കെല്ലാവർക്കും ചേർന്ന് രണ്ടാം സങ്കീർത്തനം വാക്യപ്രതിവാക്യമായി വായിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്താം. സാം 2 രണ്ടാം സങ്കീർത്തനം. ജാതികൾ കലഹിക്കുന്നതും വംശങ്ങൾ വ്യക്തമായത് നിരൂപിക്കുന്നതും എന്ത്? നാം അവരുടെ കെട്ടുകളെ പൊട്ടിച്ച് അവരുടെ കയറുകളെ എറിഞ്ഞു കളക. അന്ന് അവൻ കോപത്തോടെ അവരോട് അരുളി ചെയ്യും, ക്രോധത്തോടെ അവരെ ഭ്രമിപ്പിക്കും. ഞാനൊരു നിർണയം പ്രസ്താവിക്കുന്നു, യഹോവ എന്നോട് അരുളി ചെയ്തത്, നീ എൻ്റെ പുത്രൻ, ഇന്ന് ഞാൻ നിന്നെ ജനിപ്പിച്ചിരിക്കുന്നു. ഇരുമ്പുകോൽ കൊണ്ട് നീ അവരെ തകർക്കും, കുശവന്റെ പാത്രം പോലെ അവരെ ഉടയ്ക്കും. തുടർന്നുള്ള വാക്യങ്ങൾ ചേർന്ന് വായിക്കാം. ഭയത്തോടെ യഹോവയെ സേവിപ്പിൻ, വിറയലോടെ ഘോഷിച്ചുല്ലസിപ്പിൻ. അവൻ കോപിച്ചിട്ട് നിങ്ങൾ വഴിയിൽ വെച്ച് നശിക്കാതിരിപ്പാൻ പുത്രനെ ചുംബിപ്പിൻ. അവൻ്റെ കോപം ക്ഷണത്തിൽ ജ്വലിക്കും. അവനെ ശരണം പ്രാപിക്കുന്നവരൊക്കെയും ഭാഗ്യവാന്മാർ. ഞാൻ ഗ്രീക സങ്കീർത്തന ഓത്ത് ദൈവത്തിന് നന്ദി കരയറ്റാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രൈസ് ഗോഡ്. എല്ലാവർക്കും ദൈവസന്നിധിയിലിരിക്കാം. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഈ വിശുദ്ധ പകൽക്കാലം ദൈവസന്നിധിയിൽ ആരാധനയായി ദൈവത്തെ സത്യത്തിലും ആത്മാവിലും ഒക്കെ ആരാധിപ്പാൻ ഒക്കെ ദൈവം നമ്മളെ കൂട്ടിവരുത്തിയ ദൈവത്തിൻ്റെ വൻകൃപകൾക്കായി സ്തോത്രം ചെയ്യുന്നു. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെയും ദൈവത്തിൻ്റെ വൻകൃപകൾ അനുഭവിച്ചറിവാൻ ദൈവം നമുക്ക് ഇടയാക്കി. ദൈവത്തിന് നമ്മളോടുള്ള വിശ്വസ്തത എത്രമാത്രം ശ്രേഷ്ഠമായിരുന്നുവെന്ന് നമുക്ക് അനുഭവിച്ചറിയുവാൻ സാധിച്ചു. പാട്ടുകാരൻ പറയുന്നത് പോലെ, ദ സ്റ്റെഡ്ഫാസ്റ്റ് ഫെയ്ത്ത്ഫുൾനെസ് ഓഫ് ദ ലോർഡ് ഈസ് ന്യൂ എവറി ഡേ ഇൻ ദ മോർണിംഗ്. പ്രതിദിനം ദൈവത്തിൻ്റെതായ പുതുകി വരുന്നതായ കൃപകൾ, ദൈവത്തിൻ്റെതായ പുതുകി വരുന്നതായ വിശ്വസ്തത എത്രമാത്രം ആഴത്തിലുള്ളതാണ്, എത്രമാത്രം ശ്രേഷ്ഠതയേറിയതാണെന്ന് നമ്മുടെ ജീവിതത്തിൻ്റെ ഓരോ പടവുകളിലും നമുക്ക് അനുഭവിച്ചറിയാൻ ദൈവം നമുക്ക് കൃപ തരുന്നതിനായി സ്തോത്രം ചെയ്യുന്നു. നമ്മൾ വായിച്ച സങ്കീർത്തന ഭാഗം രണ്ടാം സങ്കീർത്തനമാണല്ലോ. ഓരോ വളരെയധികം കാര്യങ്ങൾ, വളരെയധികം അനുഗ്രഹീതമായ വാക്യങ്ങൾ നിറഞ്ഞ ഉള്ളടക്കം ചെയ്തതായ ഒരു സങ്കീർത്തനമാണല്ലോ രണ്ടാം സങ്കീർത്തനം. കഴിഞ്ഞ പ്രാവശ്യം ഇവിടെ നിന്നപ്പോൾ ഒന്നാം സങ്കീർത്തനത്തിൽ നിന്ന് പറയുവാനിടയായി. ഈ രണ്ടാം സങ്കീർത്തനത്തിൽ നിന്ന് എടുക്കുവാൻ ദൈവം നമുക്ക് വായിക്കാനിടയായി. അതിൽ നിന്നൊക്കെയും ഒരു കണ്ടിന്യൂസ് ആയിട്ടൊരു ക്രോണോളജിക്കൽ വേയിൽ ആ രീതിയിൽ മുന്നോട്ട് പോയാൽ പോലും ഓരോ സങ്കീർത്തനത്തിൽ നിന്നും ദൈവത്തിന് നമ്മളോട് ചിലതൊക്കെയും വ്യക്തമായി സംവാദിക്കുവാനായിട്ടുണ്ട്, നമ്മളോട് സംസാരിക്കാനുണ്ടെന്നുള്ളതായ ഉത്തമ ബോധ്യത്തോടെയാണ് ഞാൻ രണ്ടാമത്തെ സങ്കീർത്തനം ഒരു തുടർച്ച എന്നുള്ള നിലയിൽ ഇന്നത്തെ ചിന്തയ്ക്ക്, ഇന്നത്തെ പ്രബോധനത്തിന് ആധാരമായിട്ട് എടുത്തിരിക്കുന്നത്. ഈ രണ്ടാം സങ്കീർത്തനം ആദ്യത്തെ വാക്യങ്ങളൊക്കെ വായിച്ചു നോക്കുമ്പോൾ ജാതികൾ കലഹിക്കുന്നതും വംശങ്ങൾ വ്യർത്ഥമായി നിരൂപിക്കുന്നു എന്നൊക്കെ പറയുന്നു. രണ്ടാമത്തെ വാക്യത്തിൽ വായിക്കുന്നു, ഹോവയ്ക്കും അവൻ്റെ അഭിഷക്തനും വിരോധമായി ഭൂമിയിലെ രാജാക്കന്മാർ എഴുന്നേൽക്കുകയും അധിപതികൾ തമ്മിൽ ആലോചിക്കുകയും ചെയ്യുന്നു എന്നുള്ള വാക്യം. തുടർന്നുള്ള വാക്യങ്ങൾ അതിൻ്റെ ആറാമത്തെ വാക്യത്തിൽ വരുമ്പോൾ, എൻ്റെ വിശുദ്ധ പർവ്വതമായ സിയോനിൽ ഞാൻ എൻ്റെ രാജാവിനെ വാഴിച്ചിരിക്കുന്നു എന്ന് മനസ്സിലാക്കാം എന്ന് നമ്മൾ വായിച്ചവിടെ മനസ്സിലാക്കുന്നു. എങ്ങനെ നമ്മൾ കാണുന്നു, ജാതികൾ കലഹിക്കുന്നു, വംശങ്ങൾ നിരൂപിക്കുന്നു, എങ്കിലും അതൊക്കെയും വ്യർത്ഥമായി തീരുമെന്നാണ് നമ്മളവിടെ കാണുന്നത്. സങ്കീർത്തനം 33-ൻ്റെ 10 നമ്മൾ വായിക്കുമ്പോൾ യഹോവ ജാതികളുടെ ആലോചനകളെ വ്യർത്ഥമാക്കുന്നു എന്ന് നമ്മളവിടെ വായിച്ച് മനസ്സിലാക്കുന്നു. ദൈവത്തിൻ്റെ ആലോചനയ്ക്ക് വിപരീതമായി എല്ലാ കാലത്തും ഒരു ദുഷ്ട ചിന്തകൾ, ദുഷ്ട ആലോചനകൾ ഉയർന്നു വരുന്നുവെന്ന് നമ്മൾ മനസ്സിലാക്കണം. ജാതികൾ കലഹിക്കുന്നു, ഈ ദുഷ്ട ആലോചന അത് എന്തുദ്ദേശത്തോടാണ് പുറപ്പെട്ടു വരുന്നതെന്ന് നമ്മളവിടെ രണ്ടാമത്തെ വാക്യത്തിൽ വ്യക്തമായി കാണുന്നു. യഹോവയ്ക്കും അവൻ്റെ അഭിഷക്തനും വിരോധമായിട്ടാണ്. നമ്മൾ ഈ സങ്കീർത്തനത്തിലുടനീളം വായിക്കുമ്പോൾ
നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവായ യേശു ക്രിസ്തുവിനെ കൃത്യമായി വരച്ചു കാട്ടുന്നതായ ഒരു സങ്കീർത്തനമാണ് 2-ാം സങ്കീർത്തനം. അവിടെ നമ്മൾ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെതായ നെ ഉപമിച്ചുകൊണ്ടാണ് ഇവിടെ പറയുന്നത് അഭിഷക്തദാസൻ എന്ന് പറയുന്നത്. അതോടൊപ്പം തന്നെ നമ്മൾ ദാവീദിൻ്റെ ജീവിതത്തെക്കുറിച്ചൊക്കെ നമ്മൾ നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും, ഈ അഭിഷക്തദാസനായ ദാവീദിന് നേരെ തനിക്ക് നേരിട്ടതായ വെല്ലുവിളികളുടേതായ മധ്യത്തിൽ താൻ ദൈവസന്നിധിയിൽ എങ്ങനെ നിന്നു, അങ്ങനെ ദാവീദിൻ്റെ കൊമ്പായി, ദാവീദിൻ്റെ വേരായി കർത്താവായ യേശു ക്രിസ്തു ജനിക്കുവാനിടയായി തീർന്നുള്ളൂ. അഭിഷക്തദാസന്മാർക്ക് എതിരെ ഉയരുന്നതായ വെല്ലുവിളികൾ ഒക്കെ നമ്മൾ ഇവിടെ വ്യക്തമായിട്ട് അവിടെ മനസ്സിലാക്കുന്നു. എന്നാൽ അതിൻ്റെ ഒക്കെ ഈ മധ്യത്തിൽ അതിൻ്റെ 6-ാമത്തെ വാക്യം പറയുന്നു, എൻ്റെ വിശുദ്ധ പർവ്വതമായ സിയോനിൽ ഞാൻ എൻ്റെ രാജാവിനെ വാഴിച്ചിരിക്കുന്നു. അവിടെ വിശുദ്ധ പർവ്വതമായ സിയോനിൽ രാജാവിനെ വാഴിച്ചിരിക്കുന്നിടത്തോളം കാലം അവിടെ അഭിഷക്തദാസന് നേരെ ഉയരുന്നതായ ഒരു ഗൂഢാലോചനകളും ഒരു പ്ലോട്ടുകളും ഒരു തന്ത്രങ്ങളും ഫലിക്കത്തില്ല എന്ന് നമ്മൾ വ്യക്തമായിട്ട് നമ്മൾ മനസ്സിലാക്കണം. വിവിധമായ ഗൂഢാലോചനകൾ നമ്മൾ മർക്കോസിൻ്റെ സുവിശേഷത്തിലേക്ക് കടന്നു വരുമ്പോൾ മർക്കോസ് 16-ാം അധ്യായത്തിൽ നിന്ന് ഞാൻ വായിക്കുന്നത് അതിൻ്റെ 3-ാം വാക്യം, കല്ലറയുടെ വാതിക്കൽ നിന്നും നമുക്ക് വേണ്ടി ആർ കല്ല് ഉരുട്ടിക്കളയുമെന്ന് തമ്മിൽ പറഞ്ഞു. ഇവിടെ ഒരു സ്ത്രീജനം, ചില 2-3 പേർ ഇങ്ങനെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെതായ കല്ലറയിൽ ഒന്നാമത്തെ ദിവസം, ആഴ്ചവട്ടത്തിൻ്റെ 1-ാം ദിവസം അവർ ഈ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചുകൊണ്ടാണ് അവിടെ ചെല്ലുന്നത്. ഈ ഒരു ക്വസ്റ്റ്യൻ, നമുക്ക് വേണ്ടി ആർ കല്ല് ഉരുട്ടിക്കളയുമെന്നുള്ളതായ ഒരു ചോദ്യത്തോടാണ് അവിടെ ചെല്ലുന്നത്. അങ്ങനെ ആ ഒരു ചോദ്യവുമായിട്ട് ഈ സ്ത്രീജനങ്ങൾ ഇങ്ങനെ ചോദിച്ചുകൊണ്ട് അവിടെ നിന്നിട്ട് വല്ലതും സംഭവിക്കാൻ പോകുന്നു. കാര്യം, ഈ കല്ല് ഉരുട്ടി വെച്ചത് ഒരു നിസ്സാരമായ അധിപതിയല്ല, നിസ്സാരമായ ഒരു ഇതൊന്നുമല്ല. ആ കാലഘട്ടത്തിൽ അത്രയധികം ശക്തിയാർജിച്ചതായ റോമ സാമ്രാജ്യം ഉരുട്ടി വെച്ചതായ ഒരു കല്ലിൻ്റെ മുന്നിൽ നിന്നുകൊണ്ടാണ് ഞങ്ങൾക്ക് വേണ്ടി ഈ കല്ല് ആരുരുട്ടി കളയും എന്നുകൊണ്ട് പറയുന്നത്. ഈ കല്ലുരുട്ടിക്കളയും എന്ന് ചോദിക്കുന്നതായ മധ്യത്തിൽ നമ്മൾ മനസ്സിലാക്കുക, അഭിഷക്തദാസന് എതിരെ അഭിഷക്തദാസൻ പുറത്തു വരരുത്, അഭിഷക്തദാസൻ അവിടെ ഒരിക്കലും ജീവൻ പ്രാപിച്ച് ഉയർത്തെഴുന്നേക്കല്ലെന്ന് വിചാരിച്ചാണ് ഈ കല്ല് വെച്ചിരിക്കുന്നത്. എന്നാൽ എല്ലാ പ്രതിസന്ധികളെയും എല്ലാ പ്രതിവാദങ്ങളെയും തകർത്തുകൊണ്ട് കർത്താവായ യേശു ക്രിസ്തു ഉയർത്തെഴുന്നേറ്റു എന്ന് നമുക്ക് മനസ്സിലാക്കാം. ഒരു റോമൻ ഭരണകൂടം അവിടെ വിചാരിച്ചു, ഇവിടെ യേശു പുറത്തു വന്നു കഴിഞ്ഞാൽ അതിൻ്റെതായ ആത്മീക അർത്ഥത്തിൽ നോക്കിക്കഴിഞ്ഞാൽ അനേകരുടേതായ വിടുതലിനും ആത്മരക്ഷയ്ക്കും ഒക്കെ കാരണമായി തീരും. ഒരു ജനത, കർത്താവായ യേശുക്രിസ്തുവിൻ്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ട ഒരു കൂട്ടം ജനം അവിടെ വിടുവിക്കപ്പെടുമെന്ന് ശത്രുവിന് നന്നായിട്ട് അറിയാമായിരുന്നു. അവിടെ അറിയാമെന്ന് വെച്ച് അവിടെ കല്ലുരുട്ടി സീൽ പതിച്ചു വെച്ചിരിക്കുന്നതായ ഒരു വിഷയങ്ങളുടെ മുന്നിൽ അവർക്ക് ഒരു വലിയ വിടുതൽ ദൈവം നൽകി കൊടുക്കുക. നമ്മുടെ ജീവിതത്തിലും ചില വിഷയങ്ങളുടെ മധ്യത്തിൽ നമുക്ക് വേണ്ടി എങ്ങനെ ഇത് സാധിക്കും, എങ്ങനെ ഞാൻ മുന്നോട്ട് പോകും, എങ്ങനെ ഇത് പ്രാപ്യമാകും എന്നുള്ളതായ ജീവിതത്തിൻ്റെതായ ഭാരങ്ങളുടെ മധ്യത്തിൽ നമ്മൾ ഇന്ന് പല ക്വസ്റ്റ്യൻസോടുകൂടെ ഇരിക്കുന്നുവെങ്കിൽ നമ്മൾ മനസ്സിലാക്കുക, ഈ മഗ്ദലക്കാരത്തി മറിയ ഉൾപ്പെട്ടതായ ഈ സ്ത്രീകൾ ചോദിച്ചതുപോലെ നമുക്ക് വേണ്ടി ഈ കല്ല് ആരുരുട്ടി മാറ്റുമെന്ന് 1000 10,000 എത്ര പ്രാവശ്യം പറഞ്ഞാലും ഒരു ശക്തിക്കും കല്ലുരുട്ടി മാറ്റുവാൻ സാധിക്കാത്ത മണ്ഡലത്തിൽ ദൈവപ്രവൃത്തി അവർക്ക് വേണ്ടി വെളിപ്പെട്ട് ആ കല്ല് ഉരുട്ടി മാറ്റപ്പെടുവാനിടയായി തീർന്നു. ഇങ്ങനെ ദൈവപ്രവൃത്തി വെളിപ്പെടുന്നതിന് തടസ്സമായി. അതേപോലെ ദാവീദിൻ്റെ ജീവിതത്തിൽ തന്നെ ചിന്തിച്ചു കഴിഞ്ഞാൽ, ദാവീദ് ദൈവത്തിൻ്റെ അഭിഷക്തനായിരുന്നു. ദാവീദിൻ്റെ മേലുള്ള ഒരു ദൗത്യമുണ്ടായിരുന്നു. എന്നാൽ അതിൻ്റെ പിന്നിൽ പല ആലോചനകൾ തനിക്കെതിരെ വരുവാനിടയായി തീർന്നു. ഒരിക്കൽ അഹീത്തോഫൽ തനിക്കെതിരെ ആലോചനയുമായിട്ട് കടന്നു വരുവാനിടയായി തീർന്നു. അന്നേരം ദാവീദ് ഉള്ളം നൊന്ത് ദൈവസന്നിധിയിൽ കരയുവാനിടയായി തീർന്നു. ദൈവമേ, യഹോവയായ ദൈവമേ, അഹീത്തോഫലിൻ്റെ ആലോചനയെ വ്യർത്ഥമാക്കി കളയണമേ എന്ന് പറയുവാനിടയായിരുന്നു. ഒന്ന് നമ്മൾ മനസ്സിലാക്കുക, നമ്മുടെ ആത്മീയ മണ്ഡലത്തിൽ ശത്രുവിൻ്റെതായ എപ്പോഴും തന്ത്രമെന്ന് പറയുമ്പോൾ ഒരു ദൈവപ്രവൃത്തിക്കെതിരെ തുരങ്കം സൃഷ്ടിക്കുക എന്നുള്ളതാണ്. എവിടെയൊക്കെ ഒരു ദൈവപ്രവൃത്തി വെളിപ്പെടുമോ അവിടെയൊക്കെയും തടസ്സങ്ങൾ സൃഷ്ടിക്കുക എന്നുള്ളതാണ്. എന്ന് പറയുമ്പോൾ ഒരു ദൈവപ്രവൃത്തി സഭയുടെ മണ്ഡലത്തിൽ വെളിപ്പെടണമെങ്കിൽ അതിനുവേണ്ടി ചിലപ്പോൾ ഒരു കൂട്ടം ഒരുമിച്ച് വരണം.
അന്നേരം ആ ഒരു കൂട്ടം ഒരുമിച്ച് വന്ന് ഒന്ന് ഈ പ്ലോട്ടിൻ്റെതായ പ്രധാന ഉദ്ദേശം എന്ന് പറഞ്ഞാൽ ഒന്ന് ദൈവപ്രവൃത്തിക്ക് വേണ്ടി ഒന്നിനോടൊന്ന് യോജിപ്പിക്കരുത്. ഒരു ദൈവപ്രവൃത്തി സംഭവിക്കണമെങ്കിൽ ഒന്നിനോടൊന്ന് യോജിപ്പിക്കരുത്. യോജിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ മേൽ തന്ത്രങ്ങൾ സ്ഥാപിച്ച് ആ ദൈവപ്രവൃത്തിക്ക് തടസ്സമായി നിൽക്കുക എന്നുള്ളതായ വിവിധമായ തന്ത്രങ്ങൾ പുറപ്പെടുവിക്കുന്നതായ അവസ്ഥകളാണ് നമ്മൾ മനസ്സിലാക്കുക. നമ്മുടെ ജീവിതത്തിൽ ഇന്ന് നമ്മൾ ഈ സങ്കീർത്തനത്തിൽ കൂടെ മനസ്സിലാക്കേണ്ടത്, നമ്മുടെ ജീവിതത്തിൻ്റെ ഏത് മണ്ഡലത്തിലായാലും ഏതെങ്കിലും നമ്മുടെ ജീവിതത്തിൽ സാധിക്കുന്നതിലൂടെ അതിൻ്റെ പിന്നിൽ കൂടെ ഒരു ദൈവപ്രവൃത്തി ഉണ്ട് എങ്കിൽ അതിൻ്റെ പിന്നിൽ ഒരു വെല്ലുവിളി ഉറപ്പാണ്. ആ വെല്ലുവിളിയെ നമ്മൾ അതിജീവിച്ചാൽ മാത്രമേ ഒരു ദൈവപ്രവൃത്തിയിലേക്ക് നമ്മൾ കടന്നു വരുവാൻ സാധിക്കും. ഇതിൻ്റെ പിന്നിൽ ചിലപ്പോൾ മണിക്കൂറുകൾ ഉള്ള പ്രാർത്ഥന, അല്ലെങ്കിൽ ചിലപ്പോൾ ഉപവാസത്തിൻ്റെ ആവശ്യമുണ്ട്, ദൈവസന്നിധിയിലുള്ള ജാഗരണത്തിൻ്റെ ആവശ്യമുണ്ട്. നമ്മുടെ മുന്നിൽ നിൽക്കുന്നതായ പലപ്പോഴും കല്ലുകൾ ഉരുട്ടി വെച്ചിരിക്കുന്നതായ മണ്ഡലങ്ങളിൽ അഭിഷക്ത ദാസന് വിരോധമായി നിൽക്കുന്നതായ അഭിഷക്ത ദാസനെ പുറത്തു കൊണ്ടുവരത്തില്ല എന്ന് പറയുന്നതായ അവസ്ഥകളിൽ ഒരു ദൈവപ്രവൃത്തി ഉണ്ട് എങ്കിൽ ആ ദൈവപ്രവൃത്തിക്ക് വേണ്ടി ചുമൽ കൊടുക്കുന്നതായ, ആ ദൈവപ്രവൃത്തിക്ക് ഇനിഷ്യേറ്റീവ് എടുത്ത് മുന്നോട്ട് വരുന്നതായ അഭിഷക്ത ദാസനെ തളർത്തിക്കളയുക എന്നുള്ളതാണ് ശത്രുവിൻ്റെതായ ഏറ്റവും വലിയ തന്ത്രം എന്നുള്ളത്. എന്നാൽ ഇതൊന്നും വിജയിക്കത്തില്ല. കാരണം എന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ ദൈവം രാജാതിരാജായ വിശുദ്ധ പർവ്വതമായ സിയോനിൽ വാഴുന്നു എന്ന് നമ്മൾ കൃത്യമായി മനസ്സിലാക്കുക. എവിടെയൊക്കെ ദൈവപ്രവൃത്തിയുണ്ടോ അവിടെയൊക്കെയും ഒരു ചലഞ്ചുണ്ട്. ചലഞ്ചിനെ അതിജീവിച്ച് നമ്മൾ മുന്നോട്ട് പ്രാർത്ഥിച്ച് ജാഗരിച്ച് ദൈവശക്തിയിൽ നമ്മൾ മുന്നോട്ട് വരുമ്പോൾ ആ പ്രതിബന്ധങ്ങൾ നമ്മുടെ മുന്നിൽ സമഭൂമിയായി തീരുമെന്ന് നമ്മൾ മനസ്സിലാക്കണം. നമ്മളവിടെ വായിച്ച വാക്യം, യഹോവയ്ക്കും അവൻ്റെ അഭിഷക്തദാസന് വിരോധമായി ഭൂമിയിലെ രാജാക്കന്മാർ എഴുന്നേൽക്കുകയും അധിപതികൾ തമ്മിൽ ആലോചിക്കുകയും ചെയ്യുന്നു. എന്നിട്ട് അവരുടേതായ പ്ലോട്ടിൻ്റെ ഏറ്റവും വലിയ ഉദ്ദേശം നാം അവരുടെ കെട്ടുകളെ പൊട്ടിച്ച് അവരുടെ കയറുകളെ എറിഞ്ഞു കളക. ദൈവം വെച്ചിരിക്കുന്ന ഒരു നിയന്ത്രണ പരിധിയുണ്ട്. ഏത് സാത്താന്യ മണ്ഡലമാണെങ്കിലും വാഴ്ചകൾ, അധികാരങ്ങൾ, ഈ സ്വർലോകത്തിലെ ദുഷ്ടാത്മസേനകൾ എന്നുള്ള തരം തിരിച്ചുള്ളതായ ഓരോ ഹൈറാർക്കിയാണ്. എന്നാൽ ഈ ഹൈറാർക്കി ഒക്കെയും ദൈവം വെച്ചിരിക്കുന്ന നിയന്ത്രണ പരിധിക്ക് അപ്പുറത്ത് ഒരിക്കലും പോകാൻ പറ്റത്തില്ല. എന്നാൽ ഈ അഭിഷക്ത ദാസന് ഒരു ദൈവപ്രവൃത്തി, ആ ദൈവപ്രവൃത്തിക്ക് വേണ്ടി ചുമൽ കൊടുക്കുന്ന അഭിഷക്ത ദാസന് വേണ്ടി ഈ പ്ലോട്ട് ഉയരുന്നതായ സമയങ്ങളിൽ അവിടെ ഈ നിയന്ത്രണ രേഖകളോ പോലും കണ്ണിച്ചുകൊണ്ട് മുന്നോട്ട് ദുഷ്ടമണ്ഡലങ്ങൾ കടക്കുവാൻ വിചാരിക്കുന്നതായ മണ്ഡലങ്ങളിൽ പലപ്പോഴും നമ്മൾ ഒരു യുദ്ധഭൂമിയിലാണ്. നമ്മൾ ക്രിസ്തീയ ജീവിതം നയിക്കുന്നത് ഒരു നിസ്സാരമായ ജീവിത ശൈലിയല്ല നമ്മൾ നയിക്കേണ്ടതെന്ന് നമ്മൾ മനസ്സിലാക്കണം. എപ്പോഴും നമ്മുടെ നേരെ ശത്രുവിൻ്റെതായ ചില ഒളിയമ്പുകൾ നമുക്ക് മീതെ ഉണ്ടെന്ന് നമ്മൾ മനസ്സിലാക്കുക. അതിൽ നമ്മൾ ജയിച്ചാൽ മാത്രമേ ജയകരമായ ക്രിസ്തീയ ജീവിതം നമുക്ക് നയിക്കാൻ സാധിക്കൂ. ഒരു വാക്യം വായിക്കാം. സങ്കീർത്തനങ്ങൾ 79 2 വാക്യം പ്രകാരം വായിക്കുന്നു: അവർ നിന്റെ ദാസന്മാരുടെ ശവങ്ങളെ ആകാശത്തിലെ പക്ഷികൾക്കും നിന്റെ വിശുദ്ധന്മാരുടെ മാംസത്തെ കാട്ടുമൃഗങ്ങൾക്കും ഇരയായി കൊടുത്തിരിക്കുന്നു. 6 വാക്യം: നിന്നെ അറിയാത്ത ജാതികളുടെ മേലും നിന്റെ നാമം വിളിച്ചപേക്ഷിക്കാത്ത രാജ്യങ്ങളുടെ മേലും നിന്റെ ക്രോധത്തെ പകരണമേ. 7 വാക്യം: അവർ യാക്കോബരെ വിഴുങ്ങിക്കളയുകയും അവരുടെ പുൽപ്പുറത്തെ ശൂന്യമാക്കുകയും ചെയ്തുവല്ലോ. അവിടെ നമ്മൾ കാണുന്നു, അവൻ നിന്റെ ദാസന്മാരുടെ ശവങ്ങളെ ആകാശത്തിലെ പക്ഷികൾക്കും നിന്റെ വിശുദ്ധന്മാരുടെ മാംസത്തെ കാട്ടുമൃഗങ്ങൾക്കും ഇരയായി കൊടുത്തിരിക്കുന്നു എന്ന് നമ്മളവിടെ വായിക്കുന്നു. കാര്യം അവിടെ കാണുന്നു, എപ്പോഴും ദൈവ പൈതലിന് നേരെ ദൈവമക്കളുടേതായ അവരെ ഇല്ലാതാക്കുവാൻ വേണ്ടി, അവരുടേതായ വിരുതിൽ നിന്നും അവരെ മാറ്റിക്കളയുവാൻ വേണ്ടി, അവർ എന്തിനു വേണ്ടി, ഏത് ഉദ്ദേശത്തിന് വേണ്ടി അവർ മുന്നോട്ട് പോകുന്നുവോ, ഏത് പദ്ധതിക്ക് വേണ്ടി ദൈവസന്നിധി നിൽക്കുന്നുവോ, ഏത് ദർശനത്തോട് അവർ നടക്കുന്നുവോ ആ ദർശനത്തെ ഇല്ലാതാക്കി തീർക്കുക എന്നുള്ളതാണ് ശത്രുവിൻ്റെതായ ലക്ഷ്യം. നമ്മളിവിടെ വായിച്ചു, വിശുദ്ധന്മാരുടെ ശവങ്ങളെ ആകാശത്തിലെ പക്ഷികൾക്ക്, വിശുദ്ധന്മാരുടെ മാംസത്തെ കാട്ടുമൃഗങ്ങൾക്കും ഇരയായി കൊടുക്കുന്നതായ ഒരവസ്ഥ പറയുമ്പോൾ ഈ പ്രതിസന്ധി, ഈ വെല്ലുവിളികൾ, ശത്രുവിൻ്റെതായ എപ്പോഴും തന്ത്രങ്ങൾ എപ്പോഴും ഇപ്രകാരമാണ് ഉണ്ടെന്ന് മനസ്സിലാക്കുക. എന്നാൽ മനസ്സിലാക്കുക, എത്രമാത്രം പ്ലോട്ടുകൾ നമുക്കെതിരെ, നമ്മുടെ ആത്മീയ ജീവിതത്തിനെതിരെ, സഭാ ജീവിതത്തിന് നേരെ ഉയർന്നു കഴിഞ്ഞാലും ദൈവം വലിയവനാകുന്നു. ദൈവം ആലോചനയിൽ, യെശയ്യാപ്രവചനം 54 54 അതിൻ്റെ യെശയ്യാപ്രവചനം 28 അതിൻ്റെ
29 വാക്യം, അത് സൈന്യങ്ങളുടെ യഹോവയിൽ നിന്ന് വരുന്നു, അവൻ ആലോചനയിൽ അതിശയവും ജ്ഞാനത്തിൽ ഉത്കൃഷ്ടതയുമുള്ള ദൈവമാകുന്നു. ദൈവം അതിശയവും ആലോചനയിൽ അതിശയവും ജ്ഞാനത്തിൽ ഉത്കൃഷ്ടതയുമുള്ളവനായ ദൈവമാകുന്നു എന്ന് നമ്മൾ മനസ്സിലാക്കും. അതുകൊണ്ട് ശത്രുവിൻ്റെ ഒരു തന്ത്രങ്ങളും നിനക്കെതിരെ ഉണ്ടാക്കുന്ന ഒരു ആയുധവും ഫലിക്കയില്ല എന്ന് പറയുന്നത് പോലെ നമുക്കെതിരെ ഉണ്ടാക്കുന്ന ഒരായുധവും, ശത്രുവിൻ്റെ തന്ത്രങ്ങൾ, അഭിഷക്തദാസന് നേരെ ഉയരുന്നതായി ഏത് തന്ത്രങ്ങളാകട്ടെ, ഏത് ദൈവപ്രവൃത്തിക്ക് നേരെ എവിടെയൊക്കെ ദൈവപ്രവൃത്തി വെളിപ്പെടുമ്പോൾ അതിൻ്റെ പിന്നിലുള്ളതായ ശാത്താന്യ മേൽക്കൈകളുടെ മേലെ ദൈവത്തിൻ്റെ പ്രവൃത്തി വെളിപ്പെടും. ദൈവമക്കൾ ജയം കൊണ്ടാടുവാൻ യേശു ക്രിസ്തുവിൻ്റെതായ ക്രൂശിൻ്റെതായ കൊടിക്കീഴിൽ നമുക്ക് ഈ പകൽക്കാലം ജയമുണ്ടെന്ന് നമ്മൾ മനസ്സിലാക്കുക. യേശു ക്രിസ്തുവിൻ്റെ രക്തത്താൽ നമ്മൾ ജയമേറ്റെടുക്കും. ഞാൻ മുന്നോട്ട് പോകുവാനായിട്ട് ആഗ്രഹിക്കുന്നു. നമ്മൾ മുന്നോട്ട് പോകുന്നതായ സമയത്ത് ഒരു വാക്യഭാഗം കൂടെ വായിക്കാം. യെശയ്യാപ്രവചനം അതിൻ്റെ 54:1 പ്രകാരം വായിക്കുന്നു. പ്രസവിക്കാത്ത മച്ചിയെ ഘോഷിക്കുക, നോവ് കിട്ടിയില്ലാത്തവളെ പൊട്ടിയാർത്തു ഘോഷിക്കുക, ഏകാഗ്നിയുടെ മക്കൾ ഭർത്താവുള്ള മക്കളേക്കാൾ അധികമെന്ന് യഹോവ അരുളി ചെയ്യുന്നു. എന്നോട് ചോദിച്ചുകൊള്ളുക, ഞാൻ ജാതികളെ അവകാശമായി ഭൂമിയുടെ അറ്റങ്ങളെ കൈവശമായും തരുവാൻ കാരണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കർത്താവായ യേശു ക്രിസ്തു ജയാളിയായി ജയമേറ്റെടുത്തിരിക്കുന്നത് കൊണ്ടാണ്. കർത്താവായ യേശു ക്രിസ്തു ജയമേറ്റെടുത്തിരിക്കുന്നത് കൊണ്ട് നമ്മളാകുന്ന സഭ ആ ജയം കൊണ്ടാടേണ്ടവരാണ്. ആ ജയം കൊണ്ടാടുമ്പോൾ നമ്മൾ മനസ്സിലാക്കുക, ഈ യെശയ്യാവ് പ്രവചനം 54 അവിടെ പറയുന്നു, നിൻ്റെ പ്രസവിക്കാത്ത മച്ചിയെ ഘോഷിക്കുക, നോവ് കൊട്ടിയിട്ടില്ലാത്തവളെ പൊട്ടിയാർക്ക്. സഭ ദൈവത്താൽ നിയമിക്കപ്പെട്ടതായ ദൈവത്തിൻ്റെതായ മണവാട്ടിയാകുന്നു. എന്നാൽ എവിടെ ഈ സഭയിൽ ഓരോ വീണ്ടും ജനിക്കപ്പെട്ടതായ ദൈവമക്കളും പ്രസവിക്കപ്പെടുമ്പോൾ സഭ എന്ത് വില കൊടുത്തിട്ടാണ് അവിടെ എന്തെങ്കിലും സംഭവിക്കുന്നത്? സഭയുടെ പിന്നിൽ ഇതിൻ്റെതായ ഒരു പ്രയത്നവും ഇല്ലാതിരിക്കുമ്പോൾ തന്നെ അതിൻ്റെ പിന്നിൽ രക്തം ചിന്തിയവൻ, അതിൻ്റെ പിന്നിൽ രുദനം കൊടുത്ത ഒരു കർത്താവായ ഒരു ദൈവം യേശു ക്രിസ്തു ഉണ്ട്. അതിൻ്റെ പിന്നിൽ സഭയെ ശുദ്ധയും നിഷ്കളങ്കയുമായി തനിക്ക് തന്നെ തേജസ്സോടെ മുൻനിർത്തുവാൻ വേണ്ടി രക്തം ചിന്തിയതായ കർത്താവിൻ്റെതായ പുണ്യാഹ രക്തത്താലാണ് സഭയിലായിരിക്കുന്ന നാം ഓരോരുത്തരും വീണ്ടെടുക്കപ്പെട്ടത്. അതുകൊണ്ടാണ് ഇവിടെ പറയുന്നത്, യെശയ്യാപ്രവചനം 54 അവിടെ വായിച്ചത്, നോവ് കിട്ടിയിട്ടില്ലാത്തവളെ പൊട്ടിയാർത്ത് ഘോഷിക്കുക. അടുത്ത് കാണുന്നത്, നിൻ്റെ കൂടാരത്തിൻ്റെ സ്ഥലത്തെ വിശാലമാക്കുക, നിൻ്റെ നിവാസങ്ങളുടെ തിരശ്ശീലകളെ അവർ നിവർക്കട്ടെ, തടുത്തു കളയരുത് നിൻ്റെ കയറുകളെ നീട്ടുക. അത് ഞാൻ ഈ സങ്കീർത്തനത്തിൻ്റെ ഭാഗമായിട്ട് ചേർന്ന് നിനക്ക് എന്നോട് ചോദിച്ചു കൊള്ളുക, ഞാൻ നിനക്ക് ജാതികളെ അവകാശമായും ഭൂമിയുടെ അറ്റങ്ങളെ കൈവശമായും തരും പറയുമ്പോൾ നമ്മൾ ഒരിടത്ത് ഒതുങ്ങി നിൽക്കേണ്ടവരല്ല. നമ്മൾ ദൈവപ്രവൃത്തിക്ക് വേണ്ടി നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ, ദൈവപ്രവൃത്തിക്കായി നമ്മൾ ദൈവസന്നിധിയിൽ ആശ്രയിച്ച് നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ ദൈവം നമ്മുടെ അതിരുകളെ വിശാലപ്പെടുത്തുന്നൊരു ദൈവമാണ്. നമ്മൾ അതിരുകളെ വിശാലപ്പെടുത്തുന്ന ഒരു ദൈവം നമുക്ക് വേണ്ടി ജീവിക്കുന്നു. നമ്മളുടെ സമയം ചുരുക്കമാണല്ലോ. അതിൻ്റെ അവസാനത്തെ വാക്യത്തിലേക്ക് കടന്നു വരാം. സങ്കീർത്തനത്തിന്റെ അവസാന ഭാഗത്തിലേക്ക് കടന്നു വരുമ്പോൾ, അവൻ കോപിച്ചിട്ട് നിങ്ങൾ വഴിയിൽ വെച്ച് നശിക്കാതിരിപ്പാൻ പുത്രനെ ചുംബിപ്പിൻ എന്ന് പറയുമ്പോൾ ഈ സങ്കീർത്തനത്തിൻ്റെ ഏറ്റവും പവർഫുള്ളായിട്ടുള്ളൊരു വേർഡാണ്, എന്നെ ഏറ്റവും സ്വാധീനിക്കുന്നതായ ഒരു വചനമാണ് സങ്കീർത്തനം 2:12. അവൻ കോപിച്ചിട്ട് നിങ്ങൾ വഴിയിൽ വെച്ച് നശിക്കാതിരിപ്പാൻ പുത്രനെ ചുംബിപ്പിൻ. കർത്താവിനോട് ചേർന്നിരിന്നാൽ മാത്രമേ നമുക്ക് ഒരു ജയകരമായ ക്രിസ്തീയ ജീവിതം നയിക്കുവാൻ സാധിക്കുകയുള്ളൂ. 1 കൊരിന്ത്യർ ലേഖനം പ്രകാരം പറയുന്ന, സഹോദരന്മാരെ, നമ്മുടെ പിതാക്കന്മാർ എല്ലാവരും മേഘത്തിന് കീഴിലായിരുന്നു, എല്ലാവരും ഒരേ ആത്മീയഹാരം തിന്നു, ഒരേ ആത്മീയപാനം കുടിച്ചു. അവരെ അനുഗമിച്ച ആത്മീയ പാറയിൽ നിന്നല്ലോ അവർ കുടിച്ചത്. ആ പാറ ക്രിസ്തു ആയിരുന്നു. എങ്കിലും അവരിൽ മിക്ക പേരിലും ദൈവം പ്രസാദിച്ചില്ല. അവരെ മരുഭൂമി തള്ളിയിട്ട് കളഞ്ഞു എന്ന് നിങ്ങൾ അറിയാതിരിക്കരുത് എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. അതേ ടോണിലാണ് ഈ വചനം പറയുന്നത്. നിങ്ങൾ വഴിയിൽ വെച്ച് നശിച്ചു പോകാതിരിപ്പാൻ, വഴിയിൽ വെച്ച് നമ്മളെ ഡിസ്കറേജ് ചെയ്യുന്നതായ പല വെല്ലുവിളികൾ നമ്മുടെ മീതെ ഉണ്ടാകാം. പലപ്പോഴും നമ്മളൊരു ദൈവപ്രവൃത്തിക്ക് വേണ്ടി കച്ചകെട്ടി മുന്നോട്ട് പോകുന്നുവെങ്കിൽ അതിൽ നിന്ന് നമ്മളെ നാലുപാടെ പുറമോട്ടെടുക്കുന്നതായ വിവിധമായ തന്ത്രങ്ങൾ നമുക്ക് നേരെ ശത്രുവായവൻ യൂസ് ചെയ്തു എന്ന് വരാം. നമ്മുടെ ജീവിതത്തിൻ്റെതായ മണ്ഡലങ്ങളിൽ എവിടെയൊക്കെ ദൈവപ്രവൃത്തി വെളിപ്പെടണമെന്ന് ആഗ്രഹിക്കുന്നോ അവിടെയൊക്കെയും പല വെല്ലുവിളികളെ നമ്മൾക്ക് ഫേസ് ചെയ്തെന്നും വരാം. അതിൻ്റെയൊക്കെയും മധ്യത്തിൽ നമ്മൾ മനസ്സിലാക്കുക, സിയോനിൽ ദൈവം ഒരു രാജാവിനെ വാഴിച്ചു കൊണ്ടിരിക്കുന്നുണ്ട്. ദൈവം രാജാതിരാജാവായി വാഴുന്നതുകൊണ്ട് നമ്മളവിടെ പറയുന്നു, നാം അവിടെ വായിക്കുന്നു, അവൻ വിശുദ്ധ പർവ്വതമായ സിയോനിൽ രാജാവിനെ നിയമിച്ചിരിക്കുന്നു, ഞാനൊരു നിർണയം പ്രസ്താവിച്ചിരിക്കുന്നു. എന്നിട്ട് അതിൻ്റെ 9-ാം ഇരുമ്പുകോൽ കൊണ്ട് ഞാൻ അവരെ
തകർക്കും. രാജാതിരാജാവും കർത്താതി കർത്താവും താൻ മാത്രം മഹത്വതയുള്ളവനുമായ കർത്താവായ ദൈവം നമുക്ക് വേണ്ടി ജയം തരുന്ന ദൈവമാകുന്നു. നമുക്ക് വേണ്ടി നമ്മൾക്ക് ദൈവം തന്നിരിക്കുന്ന ഒരു ദർശനമുണ്ടെങ്കിൽ, ദൈവം അതിനുവേണ്ടി നമ്മളെ ചുമതലപ്പെടുത്തിയിരിക്കുന്നുവെങ്കിൽ ധൈര്യമായിട്ട് നമ്മൾ മുന്നോട്ട് പോകണം. ദൈവം അതിലേക്ക് നമ്മളെ നയിക്കും. അതിൻ്റെതായ ദൈവിക ബലവും അഭിഷേകവും തന്ന ദൈവം നമ്മളെ നിലനിർത്തി അതിൻ്റെതായ പൂർത്തീകരണത്തിലേക്ക് നമ്മൾ നയിക്കും. ഒരിക്കലും ശത്രുവിൻ്റെ ഒരു ആയുധങ്ങളും ഒരു പ്ലോട്ടുകളും ഒരു തന്ത്രങ്ങളും അഭിഷക്തദാസന് നേരെ നിൽക്കുന്നതായ ഉയരുന്നതായ ഒരു പ്രവൃത്തിക്കും, ദൈവപ്രവൃത്തിക്ക്, ദൈവസഭയുടേതായ വളർച്ചയ്ക്ക്, ഒരു ദൈവത്തിൻ്റെതായ സഭയുടേതായ വിഷന് ഒന്നിനെ ഈ പ്രവൃത്തികളെ ഒന്നും തടുക്കുവാൻ കഴിയുകയില്ല. യേശു ക്രിസ്തുവിൻ്റെതായ രക്തത്തിൽ നമുക്ക് ഈ പകൽക്കാലവും ജയമുണ്ട്. യേശു ക്രിസ്തുവിൻ്റെതായ രക്തത്തിലുള്ള ജയം നമ്മൾ ഏറ്റെടുത്തുകൊണ്ട് നമ്മൾ വിടുതൽ ഏറ്റെടുത്തുകൊണ്ട് നമ്മൾ മുന്നോട്ട് പോകാം. ഈ വചനങ്ങളാ ദൈവം നമ്മളെ സഹായിക്കട്ടെ. അവസാനം അനുവദിച്ച ദൈവദാസനും ദൈവസഭയോട് നന്ദി അറിയിക്കും.